ദൈവസ്നേഹ അനുഭവം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റി. ഏതെങ്കിലും ഒരു തലത്തിൽ മാത്രമല്ല, ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമല്ല, ഏതെങ്കിലും ഒരു ജീവിതത്തിന്റെ അനുഭവത്തിൽ മാത്രമല്ല, ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടും മാറ്റിമറിക്കാൻ ദൈവസ്നേഹത്തിന് ശക്തിയുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. എനിക്ക് തന്നിരിക്കുന്ന ടോപ്പിക്ക് യുവജനങ്ങളുടെ വിശുദ്ധീകരണമാണ്. അതുമായി ബന്ധപ്പെട്ട് കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ തന്ന ഒരു വചനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് യുവജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതേക്കുറിച്ച് ഞാൻ പറയാം. പക്ഷേ ഒരു വിഷയത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്നടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന ഒരു പയ്യൻ, അവൻ പ്രാർത്ഥിക്കാൻ വന്നത് തന്നെ അവനൊരു പെണ്ണിന് ഇഷ്ടമായിരുന്നു. അവന് പെണ്ണിന് ഇഷ്ടമാണ്. അപ്പൊ പെണ്ണ് പറഞ്ഞ് വിജിലച്ചൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പള്ളി പോകുന്നവനായിരുന്നില്ല, പ്രാർത്ഥിക്കുന്നവനായിരുന്നില്ല, ദൈവത്തോട് ഒരു ബന്ധമില്ലാത്തവനായിരുന്നു. വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാതെ നടന്നിരുന്ന ടീമാണ്. ആദ്യ കുർബാന കഴിഞ്ഞിട്ട് പിന്നെ കുമ്പസാരിച്ചിട്ട് പോലും ഇല്ലാത്തൊരു തരം അവസ്ഥയിൽ കടന്നിരുന്ന അവസ്ഥയിൽ ആയിരുന്ന പയ്യനാണ്. അപ്പം അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ എനിക്ക് അച്ഛനെ അറിഞ്ഞുകൂടാ. അത് പറഞ്ഞു, എനിക്ക് അച്ഛനെ അറിഞ്ഞുകൂടാ, ഞാൻ കുറെ തപ്പിപ്പിടിച്ച് മാപ്പൊക്കെ അടിച്ചാണ് ഇവിടെ വന്നത്, ഭാഗ്യത്തിന് അച്ഛനെ കാണാൻ പറ്റി. അപ്പോൾ വിളിച്ചു പറഞ്ഞിട്ടോ മുൻകൂട്ടി പറഞ്ഞിട്ടൊന്നുമല്ല, വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ പ്രാർത്ഥിക്കണ്ടേ? അതൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ചോദിച്ചു, ഞാനെന്താ പ്രാർത്ഥിക്കണ്ടേ? അത് പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്ന പെങ്കൊച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കാരിസ് ഭവനിൽ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അച്ഛാ തപ്പിപ്പിടിച്ച് വന്നേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്ര കഷ്ടപ്പെട്ട് നീ ഇവിടെ വരാനുള്ള കാരണം അതെച്ചാ ഞാൻ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അച്ഛാ. പറഞ്ഞു, ഞാൻ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അവൾക്കും എന്നോട് സ്നേഹമുണ്ട്. ഞാനിങ്ങനെയൊന്നല്ല ഞാനിങ്ങനെയൊന്നും അല്ലായിരുന്നു. എന്നിട്ടാണ് അവൻ പറയാം, ഞാനിങ്ങനെയൊന്നും അല്ലായിരുന്നു, ഞാൻ പള്ളിയിലൊന്നും പോവുകയല്ല, പിന്നെ അത്യാവശ്യം വെള്ളമൊക്കെ അടിക്കുമായിരുന്നു, വലിയും ഇങ്ങനെ ഇച്ചിരി ചെറിയ കുരുത്തക്കേട് ദുശീലമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, അതൊക്കെ നിർത്തി കേട്ടോ വെച്ചോ, അതൊക്കെ നിർത്തി, കംപ്ലീറ്റ് അവസാനിപ്പിച്ചു. ഞാൻ ചോദിച്ചാൽ തന്നെ നീ ധ്യാനവും കൂടി വല്ലതും നിർത്തിയതാണോ? ധ്യാനമൊന്നും കൂടിയില്ല, ഞാൻ ഇതുവരെ ധ്യാനമൊന്നും കൂടിയിട്ടില്ല. ഞാൻ ചോദിച്ചു, ഈ മദ്യപാനവും നിന്റെ പുകവലിയും ഇതൊക്കെ നീ അങ്ങനെ നിർത്തിയേ? അത് ഇവളോടുള്ള പ്രണയം തുടങ്ങിയപ്പോഴേ, സ്നേഹം തുടങ്ങിയപ്പോൾ അവള് ഭയങ്കര പ്രാർത്ഥനക്കാരി പങ്കുവച്ച, ഒത്തിരി പ്രാർത്ഥനയുള്ള പങ്കുവച്ച. ഇപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് വിളിച്ച് ഇപ്പൊ പ്രാർത്ഥനയുണ്ട്. ഞാൻ നേരത്തെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോലും വീട്ടിലിരിക്കാത്ത ടീമാണ്. ഇപ്പൊ ആ പങ്കുവച്ച് വൈകിട്ട് ഫോണിലൂടെ വിളിച്ച് ഞങ്ങളൊരു കരണക്കൊന്ത ചെല്ലും, ഞാനും ചെല്ലും. പിന്നെ അവളാ പറഞ്ഞത് ഈ ചീത്ത കൂട്ടുകെട്ടൊക്കെ ഉപേക്ഷിക്കാൻ. അപ്പൊ അവളെ പ്രതി ഞാൻ അതൊക്കെ ഉപേക്ഷിച്ച. പിന്നെ അവളാ പറഞ്ഞത് മദ്യപാൻ പാടില്ല. പിന്നെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഞാൻ മദ്യപാനം നിർത്തി, പുകവലിയും നിർത്തി, പക്ക ഡീസൻ്റ് ആയിട്ട് നടക്കുക. ഇവളെ ഈ പങ്കുവച്ചാണ് പറഞ്ഞത്, അന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സർവ്വപ്രതി പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ധ്യാനം കൂടിയില്ല, ഒരു വചനം കേട്ടില്ല, ഒരു പരിപാടിക്ക് ടീം പോയില്ല. ഒരു പെങ്കൊച്ചിനെ, പ്രാർത്ഥിക്കുന്ന ഒരു പെങ്കൊച്ചിനെ പ്രണയിക്കാൻ തുടങ്ങിയപ്പോൾ, സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ, ആ സ്നേഹബന്ധം അത്ര തീവ്രമായതുകൊണ്ട് സ്നേഹിക്കുന്ന ഒരു പെങ്കൊച്ച് പറഞ്ഞതിന്റെ പേരിൽ ഇവന്റെ ജീവിതം മുഴുവൻ മാറി. നോക്കിക്കേ, അവളോടുള്ള സ്നേഹം ഇവന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ സ്നേഹത്തിന് എത്രമാത്രം ശക്തിയുണ്ടെന്ന് നോക്കിക്കേ. അപ്പനും അമ്മയും പറഞ്ഞിട്ട് ഇവൻ മാറിയിട്ടുണ്ടാവണമെന്നില്ല. നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും, വികാരിച്ചും പറഞ്ഞിട്ടുണ്ടാവും. ഇവനെ ഇന്നലകളിൽ സ്നേഹിക്കുന്ന മനസ്സിലാക്കിയ പലരും പറഞ്ഞിട്ടാ, നീ നിർത്തട, വെള്ളോടി നിർത്ത്, പുകവലി നിർത്ത്, ഈ പ്രായത്തിൽ തന്നെ നീ ഇങ്ങനെയൊക്കെ പോകല്ലേ എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും. ഇതൊന്നും കൂട്ടാക്കാതെ മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തി, തൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തി കടന്നു വരികയും അവളോടുള്ള സ്നേഹവും അവളുടെ സ്നേഹവും നിലനിർത്തിക്കൊണ്ടുപോകാൻ ആഗ്രഹിച്ചപ്പോ അവന്റെ ജീവിതത്തെ പൂർണ്ണമായും രൂപാന്തരപ്പെടുത്തിയെങ്കിൽ, ശ്രദ്ധിക്കണം, ഒരു മനുഷ്യന്റെ സ്നേഹത്തിന് ഒരുവന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ പറ്റിയെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിന് നമ്മെ രൂപാന്തരപ്പെടുത്താതിരിക്കാൻ പറ്റുമോ? പറ. ഇനി ഒരാഴ്ചത്തേക്ക് ആരും മിണ്ടുകയില്ല. പറ, പറ്റോ ഇല്ലയോ? അവർക്ക് പറഞ്ഞ പറ്റോ ഇല്ലയോ? പറ്റും. രൂപാന്തരം തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ പൗലോസ്ലീഹ പറഞ്ഞു, റോമ 8:35 പൗലോസ്ലീഹ എന്നാ പറഞ്ഞേ? റോമ 8:35 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. എന്താ പൗലോസ്ലീഹ പറഞ്ഞേ? ദൈവമേ, പൗലോസ്ലീഹ ഇവിടെ ഇല്ലാതിരുന്ന് നന്നായി. പൗലോസ്ലീഹ എന്നാ പറഞ്ഞേ?
ആർക്ക് എന്നെ ദൈവ സ്നേഹത്തിൽ നിന്നും വേർപെടുത്താൻ പറ്റും? Who can separate me from the love of God? ആർക്ക് എന്നെ ദൈവ സ്നേഹത്തിൽ നിന്നും വേർപെടുത്താൻ പറ്റും? ആർക്ക് എന്നെ ഈ സ്നേഹത്തിൽ വേർപെടുത്താൻ പറ്റും? അതുപോലെ ഒരു സ്നേഹബന്ധം പൗലോസ്ലീഹയ്ക്ക് ഈശോയുമായിട്ട് കൊണ്ടാണല്ലോ പൗലോസ്ലീഹ പറഞ്ഞത്, ആർക്കെന്നെ ഈ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ പറ്റുമെന്ന്. എന്നിട്ട് തുടർന്നുള്ള വചനങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത്. പറ, പിന്നെ കണ്ടിന്യൂഷൻ എന്നാ? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, ആപത്തോ, നഗ്നതയോ, വാളോ, ഈ ലോകത്തിനോ വരാനിരിക്കുന്നവയ്ക്കോ എന്തിന് എന്നെ ഈ സ്നേഹത്തിൽ നിന്നും വേർപെടുത്താൻ പറ്റും? മറ്റൊരു വാക്യം പറഞ്ഞാൽ, ഞാനും നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളും പൗലോസ്ലീഹ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ഈ പ്രശ്നങ്ങൾക്കൊന്നിനും എന്നെ ദൈവസ്നേഹത്തിൽ വേർപെടുത്താൻ പറ്റില്ല എന്ന്. അങ്ങനെ പൗലോസ്ലീഹ പറയണമെങ്കിൽ ശ്രദ്ധിച്ച്, പൗലോസ്ലീഹ പറയാണ്, ഈ പറയുന്ന പ്രശ്നങ്ങൾ, പട്ടിണി, ആപത്ത്, നഗ്നത, വാള്, രോഗം, തകർച്ച, എന്തുവാട്ടെ, ഇതിനൊന്നും എന്നെ ദൈവസ്നേഹത്തിൽ നിന്നും വേർപെടുത്താൻ പറ്റില്ല എന്ന് പൗലോസ്ലീഹയ്ക്ക് പറയാൻ പറ്റണമെങ്കിൽ പൗലോസ്ലീഹയ്ക്ക് ഈശോയോടുണ്ടായിരുന്ന സ്നേഹം ഈ പ്രശ്നങ്ങളെക്കാളും വലുതായിരുന്നു. ആയിരുന്നല്ലയോ? ഈ മഞ്ഞുമലകാരും മിണ്ടാത്തവരാണോ? അപ്പോ പൗലോസ്ലീഹയ്ക്ക് ഈശോയോടുണ്ടായിരുന്ന സ്നേഹം, ശ്രദ്ധിക്കണേ, ഈശോയോടുണ്ടായിരുന്ന സ്നേഹം ഞാനും നിങ്ങളും അനുദിന ജീവിതത്തിൽ ലോകം സമ്മാനിക്കുന്ന എല്ലാ ദുരനുഭവങ്ങൾക്കും മീതെയുള്ളൊരു സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഈ പറയുന്ന ഒന്നിനും എന്നെ ഈ സ്നേഹത്തിൽ വേർപെടുത്താൻ പറ്റില്ല. ഈ പൗലോസ്ലീഹയാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7 മുതലുള്ള വചനങ്ങളിൽ പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ ബാക്കിയെല്ലാം ഉച്ചിഷ്ടം പോലെ ഞാൻ കരുതുകയാണ്. ഐ കൺസിഡർ ദം ആസ് മിയർ വേസ്റ്റ് ആയിട്ട് കരുതുവാണ്. യേശുവിന്റെ സ്നേഹവും യേശുവിനെ കുറിച്ചുള്ള അറിവും ബാക്കി എല്ലാറ്റിനേക്കാളും കൂടുതൽ വിലയുള്ളതായി ഞാൻ കണക്കാക്കുന്നത് കൊണ്ട് ബാക്കിയെല്ലാം ഉച്ചിഷ്ടം പോലെ ഞാൻ കരുതുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ദൈവസ്നേഹം അനുഭവിച്ചതിന്റെ വ്യത്യാസം പറയുന്നത്, കൊച്ചുരഹസ്യ പുണ്യവതി ദൈവസ്നേഹം അനുഭവിച്ചപ്പോ ഭ്രാന്ത് പിടിച്ചതുപോലെ സ്നേഹമായിരുന്നു. ഈശോ ഭ്രാന്ത് പിടിച്ചതുപോലെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോടുള്ള സ്നേഹത്തില് നമുക്കൊരു ഭ്രാന്ത് പിടിച്ചതുപോലെ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങനെ? എന്തോ? അയ്യോ, കേൾക്കാൻ പറ്റിയില്ലോ. പോരാ, ശബ്ദം പോരാ. ഭ്രാന്ത് പിടിച്ചതുപോലെ ഒരു സ്നേഹം. താഴെ പോകുന്നു. ഭ്രാന്ത്, അതായത് നമ്മളല്ലോ ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയാറില്ല, അയ്യോ അവൻ എന്നാ ചെയ്യുന്നതെന്ന്, അവനെ എന്നെ ഒരു പിടുത്തൂല്ല, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. ഇവൻ എന്നെ കാട്ടിക്കൂട്ടി നിന്ന് നോക്കി, എന്തൊക്കെയാ കാണിക്കുന്നേ, എന്റെ സമതല തെറ്റ് ഭ്രാന്താന്ന് തോന്നുന്നു, കാണിക്കുന്ന കണ്ടില്ലെന്ന് പറയും, അല്ലേ? നമ്മളെയൊക്കെ നോക്കിയിട്ട് നമ്മളെ കാണുന്നവർ പറയണം, ഇവൻ ദൈവസ്നേഹത്തിൽ ഭ്രാന്ത് പിടിച്ചവനാണ്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവൻ ദൈവസ്നേഹത്താൽ ഭ്രാന്ത് പിടിച്ചവനാണ്. വട്ടായി എന്ന് പറഞ്ഞാൽ മതി. മറ്റൊരു വാക്യം പറഞ്ഞാൽ, ഇവന് കർത്താവിന്റെ സ്നേഹത്തിൽ വട്ടായി. കഴിഞ്ഞ 10-40 ദിവസം ഞാൻ ഓസ്ട്രേലിയയിൽ നോമ്പുകാല ധ്യാനങ്ങൾക്ക് ഞാൻ പോയപ്പോൾ ഇവിടെ ഒരു ഫാമിലി മെൽബണിൽ ഒരു കുടുംബത്തിൽ ഞാൻ വൈകിട്ട് അവരെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോയി. ഞങ്ങളുടെ അച്ഛൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേഷനും കൂടിയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വികാരിച്ചൻ്റെ കൂടെ പോയി. അപ്പോൾ അവർ കുറേ ദിവസങ്ങളായിട്ട് കാത്തിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ ചെന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് പുള്ളിയുടെ ഇന്നലകളിൽ പുള്ളി ഒരു വലിയ പാർട്ടി പ്രവർത്തകനായിരുന്നു. നിരീശ്വരവാദ ചിന്തയുള്ള ഒരു പാർട്ടിയുടെ സെക്രട്ടറിയൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. ആ സമയത്ത് വെട്ടും കുത്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും 10-12 പോലീസ് കേസ് ഇതൊക്കെ ആയിട്ട് കടന്നുകൊണ്ടിരുന്നൊരു സമയം പുള്ളിക്കുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ പുള്ളി വിദേശത്ത് പോയി, എന്നിട്ടും സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ പുള്ളിയുടെ ഭാര്യ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഈ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത പങ്കാളിയുടെ. അങ്ങനെ ഒരു നിരന്തരമായ പ്രാർത്ഥനയുടെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി മകന്റെ മേൽ ആഞ്ഞടിക്കുകയും അത്ഭുതകരമായി ഭാര്യ നാട്ടിൽ വന്ന സമയത്ത് 2-3 ദിവസം ഒറ്റയ്ക്കിരുന്ന സമയത്ത് വിചാരിച്ചു, ഞാൻ കാരണം എൻ്റെ ഭാര്യയെ എന്തോരം വേദനിക്കുന്നു, കുടുംബം എന്തോരം വേദനിക്കുന്നു,
അവിടെ അടുത്ത് തന്നെ ഒരു 2 ദിവസത്തെ താമസമുള്ള ധ്യാനം ഉണ്ടായിരുന്നു. പോയേക്കാമെന്ന് കരുതി. പുള്ളി പറഞ്ഞ അങ്ങനെ ഒരു പ്രേരണ എനിക്ക് അവിടെ നിന്ന് കിട്ടിയെന്ന് പോലും അറിയത്തില്ല. കാരണം അങ്ങനെ പോകുന്ന ആളല്ല ഞാൻ. ചിലപ്പോൾ ഒരു 5-6 വർഷക്കാലത്തെ ജീവിത പങ്കാളിയുടെ പ്രാർത്ഥന മൂലം ധ്യാനത്തിന് പോയി. പുള്ളി പറഞ്ഞു ഞാൻ ഒറ്റ ധ്യാനം അവിടെ കൂടിയുള്ള വെച്ചാൽ ആ ധ്യാനത്തോടു കൂടി എൻ്റെ എല്ലാ ദുശീലങ്ങളും മാറി. കംപ്ലീറ്റ് ദുശീലം ഇത് മാറിയെന്ന് മാത്രമല്ല, പിന്നെ ഇന്നലകളിൽ ചില പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളാനും ഇടികൊള്ളാനും ജയിലിൽ കിടക്കാനും ഒക്കെ കടന്നുപോയൊരു കാലഘട്ടം പുള്ളിക്കുണ്ടായിരുന്നു എൻ്റെ യൗവനത്തിൽ. അതിൽ നിന്നൊക്കെ ഈശോയുടെ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം എന്നാ ചെയ്യുന്നതെന്നറിയാമോ? പുള്ളിയുടെ വാഹനമൊക്കെ ഡിവൈൻ മേഴ്സി എന്നൊക്കെ പറഞ്ഞ് ചുറ്റും ഒരു വാഹനമൊക്കെ മേടിച്ചിട്ട് ഡിവൈൻ മേഴ്സി ദൈവകരുണയുടെ ഫോട്ടോയൊക്കെ വെച്ച് വചനമൊക്കെ വെച്ചിട്ട് ഈ വാഹനവുമായിട്ട് ദിവ്യകാരുണ്യവുമായിട്ട് ഓസ്ട്രേലിയ മുഴുവനും വർഷത്തിൽ കറങ്ങും. ഹല്ലേലൂയ. എന്നിട്ട് ചിലയിടങ്ങളിൽ പോയി നിന്നിട്ട് ഇതിന്റെ ലീഫ്ലെറ്റുകളും സാധനങ്ങളൊക്കെ കൊടുക്കും കവലകളിലൊക്കെ. അപ്പൊ അവിടത്തെ നമുക്കറിയാം, വിശ്വാസമില്ലാത്തവർക്ക് ഒരു വിശ്വാസമില്ല, നിരീശ്വരവാദ ചിന്ത ശക്തമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് ഇങ്ങനെ കവലകളിൽ നിന്ന് ഒത്തിരി മൈക്ക് വെച്ച് പ്രസംഗിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഈ വാഹനമൊക്കെ അവിടെ നിർത്തിയിട്ട് ബുക്കലെറ്റുകളും ഈ ദൈവകരുണയെ കുറിച്ചുള്ള ചില സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യും. അപ്പൊ അവിടെ നിൽക്കുന്നവർ വന്ന് ചിലപ്പോൾ ഇവരുടെ അടുത്ത് ദേഷ്യപ്പെടും, ബഹളം ഉണ്ടാക്കും, എടുത്തുകൊണ്ട് പോകാൻ പറയും. അപ്പോൾ ചില സമയത്ത് പറയുന്നത് വെച്ചാൽ മുഖത്ത് കാർക്കിച്ച് തുപ്പും. അതൊക്കെ വളരെ സ്നേഹത്തോടും കരുതലോടും ഒക്കെ നിന്ന് സ്വീകരിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് ഈ പുറത്തൊരു ബാഗ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടേക്കും, ഒരു ബാഗ്, നമ്മൾ സ്കൂൾ ബാഗ് പോലത്തെ. എന്നിട്ട് പുറത്ത് വലിയൊരു പ്ലക്കാർഡ് പോലെ ഡിവൈൻ മേഴ്സിയുടെ പടമൊക്കെ വെച്ച് ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് പറഞ്ഞിട്ട് കവലയിൽ പോയി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് പറയാണ്, അച്ഛാ ഇങ്ങനെ കവലയിൽ പോയി നിൽക്കുമ്പോണ്ടല്ലോ അതിലെ കടന്നു പോകുന്ന ഏവനും ഒരിക്കലെങ്കിലും പറയും ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. കാരണം അത് വായിക്കുമല്ലോ. സുവിശേഷ പ്രവേശനം നടന്ന വിധോ ഞാനീ പറഞ്ഞേ. ഭ്രാന്ത് പിടിച്ചതുപോലെ സ്നേഹം. തൻ്റെ ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി മാറ്റിവെച്ചിട്ട് പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറമായ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുക. 2 പിള്ളേർ വീട്ടിലുണ്ട്. ഇവരെല്ലാം ഈ സുവിശേഷ ജീവിതത്തിനായിട്ട് ഈ മാതാപിതാക്കൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. അമ്മ പ്രാർത്ഥിക്കുന്നതാണ് ജീസസ് യൂത്തിൽ നിന്ന് വന്നുകൊണ്ട്. ആ പെങ്കുച്ചിന് നല്ല പ്രാർത്ഥനയുണ്ട്. ജീവിത പങ്കാളി കൂടി അങ്ങോട്ട് മാറിയതോടുകൂടി ആ കുടുംബത്തിലേക്ക് അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു ഗ്രോട്ടോയിലേക്ക് കയറുന്ന പോലെ. വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് കയറുന്ന പോലെ എല്ലായിടത്തും വചനമൊക്കെ ഒട്ടിച്ചു വെച്ച്, വാഹനത്തിൽ വചനം, എല്ലായിടത്തും വചനം. ഞാൻ വന്ന വാഹനത്തിന്റെ പുറകെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു മാഗ്നറ്റിക് സ്റ്റിക്കർ ഉണ്ട്, അതെനിക്ക് അവിടെ തന്ന. അതിന്റെ പ്രൊഫഷണൽ രീതിയാണ്. ഫ്രീ ആയിട്ട് ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യാം. പറഞ്ഞ് ഈശോയുടെ സ്നേഹം അനുഭവിച്ചിട്ട് അച്ഛാ പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം ഒരു സ്നേഹം എനിക്ക് ഈശോയോട് തോന്നുക. പിന്നെ ചെയ്യുന്നതെല്ലാം ഈശോയ്ക്ക് വേണ്ടിയായിട്ട് മാറി. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഉള്ള സ്നേഹം പോരാ. ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെ സ്നേഹം നമുക്ക് ഈശോയോട് വേണം. ഒരു ഭ്രാന്ത് പിടിച്ചതുപോലുള്ള സ്നേഹം നമുക്ക് ഈശോയോട് വേണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കും മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചേ, ഈശോയെ പ്രതി ഭ്രാന്തനാകാൻ തയ്യാറാണെന്ന് ചോദിച്ചു. നമ്മൾ വന്ന വചനമൊക്കെ കേട്ട് അച്ഛാ ആരാധന സമയത്ത് എന്തെങ്കിലും കിട്ടിയാൽ അതൊക്കെ മേടിച്ചിട്ട് വേണം പോകാൻ, അതിനു വേണ്ടിയാണ് വന്നത്. ജോലിയില്ല അച്ഛാ, ഒരു ജോലി കിട്ടാൻ വേണ്ടി 5 ദിവസം കൺവെൻഷൻ കൂടി പ്രാർത്ഥിക്കുന്നത്. മക്കളില്ല അച്ഛാ, മക്കളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വിവാഹം നടന്നിട്ടില്ല അച്ഛാ, ഇതെല്ലാം ദൈവം തരും. ഹല്ലേലൂയ. ഉൽപ്പത്തി 22:8, ജനസിസ് 22:8 വചനം പറ, ഗോഡ് വിൽ പ്രൊവൈഡ്. എല്ലാം ദൈവം തരും. ഒരു സംശയമുണ്ട്, ഈ ദൈവസ്നേഹത്തിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടതെല്ലാം നൽകുക എന്നുള്ള ദൈവത്തിന്റെ ഉത്തരവാദിത്വം അത് ദൈവം ചെയ്തോളും. അതുകൊണ്ടാണല്ലോ മത്തായിയുടെ സുവിശേഷം 6:33 നാം വായിക്കുന്നില്ല, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കും, ബാക്കിയുള്ളതൊക്കെ കൂട്ടിച്ചേർക്കാം. കൂട്ടിച്ചേർക്കുന്ന കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഈ കടന്ന് ഒരു ജീവിതം മുഴുവൻ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജീവിക്കുന്ന കർത്താവിനെ സ്നേഹത്തിൽ ഒരുവൻ കൂടെ നിർത്തിയാൽ, കൂട്ടിച്ചേർക്കാൻ തയ്യാറായാൽ, കൂട്ടിച്ചേർക്കപ്പെടേണ്ട ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുമെന്ന്
100% ഉറപ്പോടെ ഇയാൾ ധാരയിൽ നിന്നാ പറയുന്നത്. വിശ്വസിക്കുന്നവർ വലതേറുമൊരുത്തർ ഹല്ലേലൂയ പറഞ്ഞേ. വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചെന്ന് കർത്താവിന് നന്ദി പറഞ്ഞേ. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ദൈവസ്നേഹത്താൽ പിടിക്കപ്പെട്ട ഒരു ഹൃദയമാണ്. അതിൽ കുറഞ്ഞൊന്നും ഈ കൺവെൻഷനിൽ നിങ്ങൾ ആഗ്രഹിക്കരുത്. വില കുറഞ്ഞതായിപ്പോ. അതുകൊണ്ടാണല്ലോ പൗലോസ് പറഞ്ഞത്, ബാക്കിയെല്ലാം എനിക്ക് വില കുറഞ്ഞതാണ്, ഞാൻ ഉച്ചിഷ്ടം പോലെ കരുതുന്നു. ദൈവസ്നേഹത്താൽ ഒരുവന്റെ ഹൃദയം പിടിക്കപ്പെട്ടാൽ ആ ഹൃദയത്തിൽ കരുണ നിറയാൻ തുടങ്ങും, സ്നേഹം നിറയാൻ തുടങ്ങും, ക്ഷമ നിറയാൻ തുടങ്ങും, ദയ, നന്മ, വിശ്വസ്ത, ഇതെല്ലാം വിശുദ്ധി, ഇതൊക്കെ ആ ഹൃദയത്തിൽ നിറയാൻ തുടങ്ങും. കാണുന്നത് എനിക്ക് ഈശോയുടെ സ്നേഹം. ആ പെങ്കൊച്ചിന് അല്ലെങ്കിൽ ആ പയ്യൻ ആ പെങ്കൊച്ചിനോടുള്ള സ്നേഹം, ആ പെങ്കൊച്ചിന്റെ സ്വഭാവം ഇവന്റെ മേൽ വന്നതുപോലെ, അല്ലെങ്കിൽ അവളുടെ ജീവിതം ഇവന്റെ ജീവിതമായി മാറിയതുപോലെ ഈശോയുമായി ഒരു പ്രണയ ബന്ധത്തിലേക്ക് ഒരുവന് പ്രവേശിക്കാൻ പറ്റിയാൽ നമ്മൾ മറ്റൊരു ക്രിസ്തുവായി നമ്മൾ അറിയാതെ രൂപപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ഈശോയെ പ്രണയിക്കാൻ പറ്റും. പ്രണയിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഇതിനകത്ത് കുറച്ച് യൂത്തൊക്കെ ഇരിപ്പുണ്ട്. ഞാനവിടെ വന്നപ്പോൾ അവിടെ കുറച്ച് യുവജനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. മഞ്ഞുമ്മൽ ബോയ്സ്. എത്ര ബോയ്സ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല മഞ്ഞുമ്മലില്. കുറച്ച് യുവജനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതിനകം പ്രണയിച്ചിട്ടുള്ളവർക്കറിയാം പ്രണയത്തിന്റെ തീവ്രത എന്താണെന്ന്. രാവില്ല പകലില്ല 24/7 മെസ്സേജ് അയക്കുക, കാണാൻ ആഗ്രഹിക്കുക, കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുക. ഇത് പ്രണയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെല്ലാം മറക്കും. ചുറ്റുപാട് നടക്കുന്നത് മറക്കും, വീട്ടിൽ നടക്കുന്നത് മറക്കും, എല്ലാം മറക്കും. കാരണം എന്താ? പ്രണയത്തിലേക്ക് പ്രവേശിച്ചതുകൊണ്ട്. എന്ന് പറയുന്നത് പോലെ ഈശോയെ നമുക്ക് പ്രണയിക്കാൻ പറ്റും. ഈശോയെ പ്രണയിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഈശോയെ പ്രണയിക്കുന്ന ഒരു ജീവിതമാണ് യഥാർത്ഥ സ്പിരിച്വൽ ലൈഫ്, ആത്മീയ ജീവിതം. അതിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ വളരേണ്ടത്. നമുക്ക് ഒത്തിരി ഭാരമുണ്ട്. ഒരു ധ്യാന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അനേകരെ നമ്മൾ ഓരോ ദിവസവും കാണുകയാണ്. അനേകരുടെ ജീവിതം കടന്നു പോകുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, തകർച്ചകൾ, വേദനകൾ, ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പരാജയങ്ങൾ, നഷ്ടങ്ങൾ, കുടുംബത്തിലും ബന്ധങ്ങളിലൊക്കെ, ഇതിൻ്റെ ഒക്കെ നടുവിലും ഈശോയോടൊരു ബന്ധം സ്ഥാപിക്കാൻ തീരുമാനമെടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. 90% പ്രശ്നങ്ങൾ. ഒരു ക്ഷമിക്കാൻ പറ്റുന്നില്ല. അവന് ക്ഷമിക്കാൻ പറ്റണമെങ്കിൽ ഈശോയോട് ബന്ധം ഉണ്ടായി ക്ഷമിക്കാൻ പറ്റാവുന്നുള്ളൂ. ഇന്ന് കാണാമെന്നൊരു കുടുംബം, അവര് ദാമ്പത്യം തകർന്നുകൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ക്ഷമിക്കുക. നിങ്ങൾ ക്ഷമിച്ചാൽ തീരാനുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ എളിമപ്പെട്ടാൽ തീരാനുള്ള പ്രശ്നമല്ലേ നിങ്ങളുടെ ഇടയിലുള്ളൂ. അപ്പം കുറിച്ച് പറഞ്ഞു, ഞാൻ എളിമപ്പെടുകയല്ല അച്ഛൻ, ഞാൻ ക്ഷമിക്കലെന്ന്. പിന്നെ അവൾക്ക് ക്ഷമിക്കാൻ പറ്റണമെങ്കിൽ അവൾ ദൈവസ്നേഹത്താൽ നിറയണം. ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടാൽ ക്ഷമിക്കാൻ എളുപ്പം. ക്ഷമിക്കാൻ പറയണ്ട. ഹല്ലേലൂയ. പിന്നെ ക്ഷമിക്കാൻ പറയണ്ട. നമ്മൾ പുറകെ നടന്നടാ, എടാ അത് ചെയ്യരുതടാ, ഇത് ചെയ്യരുതടാ, അത് വേണ്ടടാ, അത് പോട്ടടാ, അല്ലെങ്കിൽ ക്ഷമിക്ക്, വിട്ടുകൊടുക്ക്, എളിമപ്പെട്, വിശുദ്ധ ജീവിതം നയിക്ക് എന്നൊക്കെ പുറകെ നടന്ന് പറയുന്നത് ആരോടാണെന്നറിയാവോ? ദൈവസ്നേഹത്താൽ പിടിക്കപ്പെടാത്ത ഒരാത്മാവിനോടാണ്. ദൈവസ്നേഹത്താൽ പിടിക്കപ്പെട്ട ഒരാത്മാവിനോട് ഈ വിഷയങ്ങൾ സംസാരിക്കേണ്ടതില്ല. അതവന്റെ ചങ്കിലുണ്ട്, ഓൾറെഡി അവന്റെ ഹൃദയത്തിലുണ്ട്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പലതരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവസ്നേഹത്താൽ നിറയപ്പെടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. വേറൊന്നും ഇപ്പോൾ പ്രാർത്ഥന വിഷയമാകരുത്. ഈശോയെ, ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെ ഒരു സ്നേഹം, ഒരു ഭ്രാന്തനെ പോലെയല്ലേ അവൻ കുരിശിൽ തൂങ്ങിക്കിടന്നത്. അവനത് ആ സാഹചര്യത്തെ ഒഴിവാക്കാമായിരുന്നു. എന്നിട്ടും നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയല്ലേ ഭ്രാന്തനെ പോലെ സകലരാരും പരിത്യക്തനായി, ഉപേക്ഷിക്കപ്പെട്ടവനായി, 3 ആണികളിൽ തൂങ്ങിക്കിടന്ന അവസാന ശ്വാസത്തിലും നമ്മളോട് ക്ഷമിച്ച് നമ്മെ സ്നേഹിച്ച് വീണ്ടെടുത്ത ഒരു ഭ്രാന്ത് പിടിച്ചതുപോലുള്ള സ്നേഹമുണ്ടല്ലോ. ഈ സ്നേഹം നിന്റെ ചങ്കി കിട്ടിയാൽ, ഈ സ്നേഹം നിന്റെ ഹൃദയത്തിൽ കിട്ടിയാൽ, മോനെ, ഈ സ്നേഹത്തിന് നിന്റെ ജീവിതത്തെ രൂപപ്പെടുത്താനുള്ളതേ ഉള്ളൂ. നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഈ സ്നേഹത്തിന് കഴിയും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവമേ,
നിന്നോട് ഭ്രാന്ത് പിടിച്ചതുപോലുള്ള സ്നേഹം തരണമേ. നീ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ തിരിച്ചു സ്നേഹിക്കാനുള്ള ഒരു അഭിഷേകം തരണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്നേഹത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ദൈവ സ്നേഹത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ദൈവ സ്നേഹത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ദൈവ സ്നേഹത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഠിനമായി പോയ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. മന്ദീഭവിച്ചു പോയ ഹൃദയങ്ങൾ ജ്വലിക്കട്ടെ. തകർന്ന് തളർന്നു പോയ ഹൃദയങ്ങൾ ഫലപ്പെടട്ടെ. ദൈവ സ്നേഹത്തിൽ ഫലപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിരാശയുടെ കെട്ടുകൾ അടിക്കണമേ. ആത്മഹത്യ പ്രവണതയുടെ കെട്ടുകൾ അടിക്കണമേ. ആകുല ചിന്തകൾ വിട്ടുമാറിപ്പോകട്ടെ. പാപത്തിന്റെ കെട്ടഴിയട്ടെ. വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ കെട്ടഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കുടുംബ ബന്ധങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന, ദാമ്പത്യ ബന്ധങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന, സ്നേഹത്തിന് വിപരീതമായി നിൽക്കുന്ന മനോഭാവങ്ങള്, സ്വാർത്ഥതയുടെ മനോഭാവങ്ങൾ, അഹങ്കാരത്തിന്റെ മനോഭാവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. അടിഞ്ഞു പോകട്ടെ, അടിഞ്ഞു പോകട്ടെ. ദൈവ സ്നേഹത്തിൽ അടിയട്ടെ. കർത്താവേ, മക്കളെ പാപത്തിന് ബന്ധിച്ചിട്ടിരിക്കുന്ന, പാപത്തിലേക്ക് വലിച്ചടയ്ക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും ദൈവ സ്നേഹത്തിന്റെ ശക്തിയാൽ, കാൽവരി കുരിശിന്റെ സ്നേഹത്താൽ തകർന്നു പോകട്ടെ, തകർന്നു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, 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 നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ദൈവമേ, നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി ഒരു നിമിഷം നിന്റെ ഹൃദയം തുടിക്കട്ടെ. ഈ സ്നേഹം പൗലോസ്ലേഹ അനുഭവിച്ച, ആഴത്തിൽ അനുഭവിച്ച ഈ സ്നേഹമുണ്ടല്ലോ, ഈ സ്നേഹത്തിന്റെ ആഴമറിയാൻ, അതിൻ്റെ ആഴവും നീളവും ഉയരവും വലിപ്പവും ഒക്കെ അറിയാൻ, വീതിയൊക്കെ അറിയാൻ തമ്പുരാനെ എൻ്റെ ഹൃദയത്തെ നീ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഇതായിരിക്കട്ടെ നിന്റെ പ്രാർത്ഥന. കർത്താവേ, ഈ സ്നേഹത്തിന്റെ ആഴമറിയാൻ, ഈ സ്നേഹത്തിന്റെ അഭിഷേകം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഹൃദയത്തിന്റെ എല്ലാ കെട്ടുകളും പിശാച് വഞ്ചിച്ചിട്ടിരിക്കുന്ന ജീവിതങ്ങളെ, വിഭജിക്കപ്പെട്ട ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്ന രീതിയിൽ കർത്താവെ, പിശാച് വഞ്ചിച്ചിട്ടിരിക്കുന്ന ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങളെ പൂർണ്ണമായിട്ടാണല്ലോ സ്നേഹിച്ചത്, ജീവൻ നൽകിയാണല്ലോ സ്നേഹിച്ചത്. അതുപോലെ ആ സ്നേഹത്തിന് പ്രത്യുത്തരം കൊടുക്കാൻ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ. നിത്യമായ സ്നേഹം, സത്യമായ സ്നേഹം, നിലനിൽക്കുന്ന സ്നേഹം, ഉപേക്ഷിക്കാത്ത സ്നേഹം, തള്ളിക്കളയാത്ത സ്നേഹം, ചേർത്ത് പിടിക്കുന്ന ഈ പരിശുദ്ധ പരമ സ്നേഹത്തിന് തമ്പുരാനെ ജീവിതം കൊണ്ട് പ്രത്യുത്തരം കൊടുക്കാൻ ഞങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. സ്നേഹത്തിൻ്റെ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.